ഹലോ അസ്സാമു അലൈക്കും വെൽക്കം ബാക്ക് ടു ഐഷദാസ് ഷെഫിങ്. അപ്പോൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് നല്ല സിമ്പിളായിട്ട് അതുപോലെ നല്ല ടേസ്റ്റി ആയിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ഒരു പുഡിംഗ് റെസിപ്പിയാണ്. ഇതിനും അതുപോലെ പാർട്ടി ഫങ്ഷൻസിനൊക്കെ പോകുമ്പോൾ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ഒരു പുഡിംഗാണിത്. അപ്പോൾ ബ്രെഡ് കയ്യിലുണ്ടെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഇത് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു അറേബ്യൻ പുഡിംഗാണ്. അപ്പോൾ എളുപ്പം തന്നെ ഇത് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാനിവിടെ 750 ml പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ആവശ്യത്തിനുള്ള പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുക. കൂടുതൽ പഞ്ചസാര ഈ ഒരു സമയത്ത് ആഡ് ചെയ്ത് കൊടുക്കരുത്. അപ്പോൾ ഒരു മീഡിയം മധുരത്തിൽ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. കാരണം ഈ ഒരു പുഡിങ് നമ്മൾ ലെയർ ചെയ്യുന്ന സമയത്ത് അതിൽ മിൽക്ക് മെയ്ഡിൻ്റെ ഇതൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതും ഇതൂടെ കൂടുതൽ മധുരമായി പോകും. അതുകൊണ്ട് ആ ഒരു മധുരം കൂടെ നോക്കിയിട്ട് ഇതിൽ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഒരു ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ കുറച്ച് പാലിലൊന്ന് കലക്കിയതിന് ശേഷം ഇതൊന്ന് ഈ പാലിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ നല്ല പോലെ തന്നെ കസ്റ്റാർഡ് മിക്സ് ആകുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കുക, ഇല്ലെങ്കിൽ കട്ട പിടിച്ചു പോകുമല്ലോ. അപ്പോൾ ഇതേപോലെ ഒന്ന് ഇതിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. പെട്ടെന്ന് തന്നെ ഇത് ഇളക്കി കൊടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ, ഇല്ലെങ്കിൽ കട്ട പിടിച്ചു പോകും. കസ്റ്റാർഡ് ഒഴിച്ചതിന് ശേഷം പിന്നെ കൈവിടാതെ തന്നെ ഇളക്കിക്കൊണ്ടിരിക്കണം, ഇല്ലെങ്കിൽ അതിങ്ങനെ കട്ട പിടിക്കാനുള്ള ചാൻസ് ആണ്. അപ്പോൾ ഇങ്ങനെ ഇളക്കുമ്പോൾ നല്ല പോലെ ഒന്ന് ടൈറ്റായിട്ട് വരും. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ മതി, കുറച്ചൊരു ലൂസായിട്ടാണ് വേണ്ടത്. ഇനി അത് നമുക്ക് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ഇനി അടുത്തത് ഞാനിവിടെ 8 ബ്രെഡാണ് എടുക്കുന്നത്. അപ്പോൾ ഇതേപോലെ 4 വശവും കട്ട് ചെയ്തിട്ടൊന്ന് മാറ്റി വെക്കാം. ബ്രൗൺ പോർഷന് കംപ്ലീറ്റ്ലി കട്ട് ചെയ്ത് പോക്കണം കേട്ടോ, ആ ഒരു വൈറ്റ് പോർഷൻ മാത്രം മതി. അപ്പോൾ ഈ ഒരു ബ്രൗൺ പോർഷൻ നമുക്ക് ബ്രെഡ് ക്രംസ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. അപ്പോൾ ഇതേപോലെ 4 വശവും ഒന്ന് കട്ട് ചെയ്തിട്ട് മാറ്റി വെക്കുന്നുണ്ട്. ഇനി അടുത്തത് വേണ്ടത് ഫ്രഷ് ക്രീമാണ്. അപ്പോൾ ഞാനൊരു ബോട്ടിൽ ഫ്രഷ് ക്രീമാണ് എടുത്തത്. ഇനി അതിലേക്ക് കുറച്ച് കണ്ടൻസ് മിൽക്ക് ചേർത്ത് കൊടുക്കാം. മധുരം നോക്കിയിട്ട് കണ്ടൻസ് മിൽക്ക് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഓൾറെഡി കസ്റ്റാർഡിൻ്റെ ആ ഒരു ഇതിൽ നമ്മൾ മധുരം ചേർത്ത് കൊടുത്തിട്ടുണ്ടല്ലോ, അപ്പോൾ ഇതിൽ നോക്കിയിട്ട് മധുരം ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതൊരു കുറച്ച് ടൈറ്റായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് പാൽ ആഡ് ചെയ്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഇത് നമുക്ക് ലെയർ ചെയ്തെടുക്കുക ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൽ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു ബ്രെഡ് പീസസ് ആക്കിയിട്ട് നമുക്ക് ഈ ഒരു ട്രേയിൽ സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി കസ്റ്റാർഡിൻ്റെ ആ ഒരു മിക്സ് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നേരിയ ചൂടുണ്ടാവുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഈ ഒരു ബ്രെഡിലേക്ക് സോക്കായി കിട്ടും. അപ്പോൾ ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നല്ലപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അടുത്ത ലെയർ ബ്രെഡും കൂടെ വെക്കുക. ഈ സെയിം പ്രോസസ്സ് തന്നെ പിന്നെ റിപ്പീറ്റ് ചെയ്യുക കേട്ടോ. ഇത് വെച്ചതിന് ശേഷം പിന്നെ ഈ ഒരു കസ്റ്റാർഡിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുക്കുക. അപ്പം മാക്സിമം ഒഴിച്ചു കൊടുത്താൽ നല്ലതാണ്, നല്ലപോലെ ഒന്ന് സോക്ക് ചെയ്തിട്ട് വരും. ഇനി ലാസ്റ്റായിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഫ്രഷ് ക്രീമും ആ ഒരു മിൽക്ക് മെയ്ഡും കൂടെ നമ്മൾ ഇത് മിക്സ് ചെയ്ത് വെച്ചില്ലായിരുന്നോ, അപ്പോൾ അതും കൂടെ ഇതിൻ്റെ മുകളിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതൊക്കെ കൂടുതൽ മധുരം ആയതുകൊണ്ട് എല്ലാത്തിലും നോക്കിയിട്ട് വേണം മധുരം ഇട്ട് കൊടുക്കാൻ കേട്ടോ. ഇനി അടുത്തത് ഇതിൻ്റെ മുകളിൽ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പിസ്താഷ്യോ അതുപോലെ കട്ട് ചെയ്തിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിസ്തയും പിന്നെ അതുപോലെ ആൽമണ്ടുമാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു പുഡിങ്ങാണിത്. അപ്പോൾ ഇതിനൊക്കെ മസ്റ്റ് ട്രൈ ആയിട്ടുള്ള ഒരു പുഡിങ്ങാണ്. അപ്പോൾ ഇത് ഒരു മിനിമം ഒരു 5 hours എങ്കിലും ഫ്രിഡ്ജിൽ വെച്ച് നല്ല പോലെ തണുപ്പിച്ചിട്ട് വേണം കഴിക്കാൻ. അപ്പോൾ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ ഇതിനെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്കൊക്കെ കമൻസിലൂടെ അറിയിക്കുക. അതുപോലെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇനി മറ്റൊരു ഈസി ആൻഡ് ടേസ്റ്റി വീഡിയോയുമായി വരുന്നവരെ ബൈ ഫ്രം ഐഷദാസ് ഷെഫിങ്.